ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളിൽ പലരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കരിമംഗല്യം അഥവാ പിഗ്മെൻറ്റേഷൻ. കൂടുതലും എന്നെ പോലെ ഒരു 40, 45, 50 ഈ ഒരു പ്രായത്തിലുള്ളവർക്കാണ് ഇത് കൂടുതൽ പ്രശ്നമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിതൊരു 7-8 മാസം മുമ്പിട്ടാണ് ആദ്യമായി അനുഭവപ്പെട്ടത്. അപ്പോൾ കുറേ പേര് പറഞ്ഞു, അയ്യോ നിനക്കും വരുന്നു കഷ്ടകാലം, മുഖം കറുത്തു. ചിലർ വളരെ സന്തോഷത്തോടു കൂടി പറഞ്ഞു, നിനക്കും വരുന്നല്ലോ കഷ്ടകാലം എന്നുള്ള രീതിയിൽ. അങ്ങനെ ഞാനൊരു പരിഹാരം അന്വേഷിച്ച് ഒരു ആയുർവേദ ഡോക്ടറിൽ നിന്നാണ് ഈ ഒരു മരുന്ന് കിട്ടിയത്. നമ്മൾ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ചിരട്ട ഞാൻ നല്ല വൃത്തിയായി കഴുകി ഉണക്കി അതിൻ്റെ ആ മുകളിലുള്ള ചകിരി പോലെയുള്ള ഭാഗങ്ങളെല്ലാം മാറ്റി വൃത്തിയാക്കി ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു ചെറിയൊരു പാറയുടെ കഷ്ണമുണ്ടെങ്കിൽ ഉരസിയെടുക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഉരസിയെടുക്കുന്നത് വളരെ എളുപ്പമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു 5-10 മിനിറ്റ് നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഉരസി കൊടുക്കണം. പക്ഷേ കൈയൊന്നും വേദന എടുക്കുകയൊന്നുമില്ല. പക്ഷെ പെട്ടെന്ന് തന്നെ ഇത് ഉരസി പൊടിയാക്കി എടുക്കാൻ പറ്റും. വളരെ നേർത്തതായിട്ടുള്ള പൊടി വേണം. നമ്മളെ മുഖത്ത് വന്ന കഷ്ടപ്പാട് നാട്ടുകാർ കഷ്ടപ്പാടിനെ പറയുന്നതിന് അത്ര കഷ്ടപ്പാടില്ല ഈ ചിരട്ട ഉരസിയെടുക്കാനായിട്ട്. ഇത് നമ്മുടെ കഷ്ടപ്പാടോ കഷ്ടകാലമോ ഒന്നുമല്ല. സ്കിന്നിൻ്റെ സെല്ല് ഡാമേജ് ആവുന്നത്, അല്ലെങ്കിൽ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടി ആ ഭാഗം കുറച്ച് കൂടുതൽ കറുത്തുപോയി, ഇത്ര മാത്രമേ പ്രശ്നമുള്ളൂ. ചിലപ്പോൾ ഇതൊരു പാരമ്പര്യമാകാം, അല്ലെങ്കിൽ ഹോർമോൺ കംപ്ലൈൻറ്റ് കൊണ്ട് ഒരു ചേഞ്ചസ് കൊണ്ടാകാം, ഏജ് കൂടുമ്പം, അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആകാം, അല്ലെങ്കിൽ വിറ്റാമിൻ ഡെഫിഷ്യൻസിയോ തൈറോയിഡ് കംപ്ലൈൻറ്റോ, അല്ലെങ്കിൽ നമ്മൾ സൺലൈറ്റിൽ സൂര്യപ്രകാശത്തിൽ ഒരുപാട് നേരം ചിലവഴിക്കുന്നത് കൊണ്ടോ ആവാം. അപ്പം നമ്മൾ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഉരച്ചെടുത്തിട്ടുള്ള പൊടി ഞാനൊരു ചായ അരിപ്പിലൂടെ ഒന്നുകൂടി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. കാരണം മുഖത്തിടുന്നതാണ്, ഒട്ടും തന്നെ വലിയ തരികളൊന്നും ഇല്ല എന്നുറപ്പ് വരുത്താനായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടൊക്കെ ഉരച്ചെടുക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ എങ്കിലും ഇത് തന്നെ നമുക്ക് ഒരു 3-4 നേരത്തേക്കുള്ളതുണ്ട്. വളരെ കഷ്ടപ്പെട്ട് ഉരച്ചെടുത്താണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് തന്നെ കൈകാര്യം ചെയ്യുക. ആവശ്യത്തിൻ്റെ ബാക്കി ചെറിയൊരു ബോട്ടിലിലോ അങ്ങനെ വിട്ട് അടച്ചു വെച്ച് നമുക്ക് ഡെയിലി ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. ഇതിൽ നിന്ന് ഒരല്പം, ഒരുപാടൊന്നും വേണ്ട, നമുക്ക് എവിടെയാണോ ആ കരിമംഗല്യം ഉള്ളത്, സാധാരണ മൂക്കിന് ചുറ്റും അല്ലെങ്കിൽ കണ്ണിന് താഴെയായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. അപ്പോൾ അവിടെ തേക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരല്പം തൈരും, അധികം പുളിയില്ലാത്ത, ഒരുപാട് ലൂസല്ല, ഒരു കട്ടിയായിട്ടുള്ള തൈരാണ് വേണ്ടുന്നത്. നമുക്ക് മുഖത്തൊക്കെ അപ്ലൈ ചെയ്യുന്ന ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടുന്നത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഞാനിത് അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം മുഖം ഒന്ന് നന്നായി കഴുകുക. അതിനുശേഷം മുഖത്ത് എവിടെയാണോ പാടുകളുള്ളത് അവിടെ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഒരുപാട് മസാജ് ചെയ്യുകയൊന്നും വേണ്ട, ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ മൂക്കിൻ്റെ മുകളിലുണ്ടെങ്കിൽ അവിടെയും, കണ്ണിൻ്റെ താഴെ 2 സൈഡിലുണ്ടെങ്കിൽ ആ ഭാഗത്തുമായിട്ട് തേച്ച് കൊടുക്കാം. ഇത് കൂടുതൽ നല്ലത് രാത്രി നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് കിടക്കുന്നതിന് മുമ്പായിട്ട് ഇത് തേച്ചിട്ട് ഇതോടുകൂടി ഉറങ്ങുന്നതിനും പ്രശ്നമില്ല. ഇത് ഇങ്ങനെ മുഖത്ത് വെച്ച് ഉറങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ കഴുകി കളഞ്ഞാലും മതി. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെഡിസിനാണിത്. മെഡിസിൻ എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മളെ വീട്ടിൽ തന്നെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 20 മിനിറ്റിന് ശേഷം ആ ഭാഗം ഇതേപോലെ ഒന്ന് ഡ്രൈ ആവും. ഡ്രൈ ആയിരിക്കുന്ന ഭാഗം നന്നായിട്ട് ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തണുത്ത വെള്ളം കൊണ്ട്, ഫ്രിഡ്ജിലെ വെള്ളമല്ല, നോർമൽ പൈപ്പിലെ വെള്ളം കൊണ്ട് ഇതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഒറ്റ തവണ റിസൾട്ട് യൂസ് ചെയ്തതേ ഉള്ളൂ. അതിൽ നിന്ന് തന്നെ പറയത്തക്കതായിട്ടുള്ള, കാണത്തക്കതായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂ ഒരു 20 ദിവസമൊക്കെ ഉപയോഗിച്ചപ്പോൾ തന്നെ, ഞാൻ രാത്രിയിലാണ് ഉപയോഗിച്ചത്, കണ്ടിന്യൂ 20 ദിവസമൊക്കെ ഉപയോഗിക്കുമ്പം തന്നെ നമുക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ അധികം പഴക്കമുള്ളതാണെങ്കിൽ മാത്രമേ ഉള്ളൂ സമയമെടുക്കുന്നത്. അടുത്ത കാലത്തായിട്ട് വന്നിട്ടുള്ളതാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ 20 ദിവസം അല്ലെങ്കിൽ മാക്സിമം 1 മാസം കൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് വെളുത്ത് കിട്ടും. ഇനി ഇത് പൊടിച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മെത്തേഡിൽ ഇതുപോലെ ഉരസിയെടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പഴയ കോട്ടൺ തുണിയിൽ ചിരട്ടെ ഒന്ന് തട്ടിപ്പൊട്ടിച്ചിട്ടിട്ട് അതിനുശേഷം ഞാൻ വീണ്ടും ഇത് നമ്മുടെ ചുറ്റിക കൊണ്ട് നന്നായിട്ട് ഇടിച്ചു പൊട്ടിച്ചു.
ഒരു തവണ ഞാൻ ഇങ്ങനെയും പൊടി ഉണ്ടാക്കിയെടുത്തു. നന്നായിട്ട് ഇടിച്ച് പൊട്ടിക്കണം. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട്, വളരെ വലിയ പീസുകളാണെങ്കിൽ മിക്സിയുടെ ജാറിൽ പൊടിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോയുടെ ആദ്യം അത് കാണിക്കാഞ്ഞത്. അവരവരുടെ മിക്സിയുടെ ഗ്യാരണ്ടി അവരവരുടെ കയ്യിലാണ്. അപ്പോൾ അതിനെനിക്ക് ഗ്യാരണ്ടി ഇല്ല. പക്ഷേ ഞാൻ ഇങ്ങനെയും പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് നന്നായിട്ട് പൊടി ആക്കണം. നമ്മുടെ അരയ്ക്കുന്ന കല്ലിലിട്ടായിട്ടായാലും മതി. നന്നായിട്ട് ഇടിച്ച് പൊടിച്ച് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കിയതിന് ശേഷം മിക്സിയിലും പൊടിയും. പക്ഷേ ഗ്യാരണ്ടി ഇല്ല, എൻ്റെ മിക്സിയിൽ പൊടിഞ്ഞിട്ടുണ്ട്. അതല്ലെങ്കിൽ ഒരു കത്തി കൊണ്ട് വളരെ സ്മൂത്തായിട്ട് ചുരണ്ടി എടുത്തതിന് ശേഷം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ച് ഒന്ന് അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കാണുന്ന ആ ബെൽ ബട്ടൺ ഓൾ എന്നമർത്തി കൊടുത്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ. അപ്പം വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെയും താങ്ക് യു ഫോർ വാച്ചിങ്.